വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. ഇലക്ഷൻ നോമിനേഷൻ ഫയൽ ചെയ്യാനുള്ള തീയതി ആയതോടുകൂടി ഇലക്ഷൻ ചൂട് അതിൻ്റെ മൂർധന്യത്തിലേക്ക് പോവുകയാണ്. ആസ് സിറ്റിസൻസ് ഓഫ് ദ കൺട്രി വി ഹാവ് റെസ്പോൺസിബിലിറ്റി ടു യൂസ് അവർ റൈറ്റ് ടു ഫ്രാഞ്ചൈസ് റെസ്പോൺസിബിളി. ഇലക്ഷൻ കമ്മീഷൻ പൗരന്മാരെ ബോധവാന്മാരാക്കാൻ വേണ്ടി പല ഇനീഷ്യേറ്റീവ്സും തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഒരുപാട് സിറ്റിസൻസ് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ലഭ്യമാണ്. സാധാരണ KYC എന്ന് പറയുമ്പോൾ നമ്മളുടെ ബാങ്കുകളിലും മറ്റ് അക്കൗണ്ടുകളൊക്കെ തുടങ്ങുമ്പോൾ നമ്മളുടെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്ന രേഖകളെ പറ്റിയാണ് ഉടനെ ഓർമ്മയിൽ വരിക. എന്നാൽ ഇലക്ഷൻ വെബ്സൈറ്റിൽ ഒരു KYC ആപ്പുണ്ട്. ഇവിടെ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാണ്. ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു KYC ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. കാൻഡിഡേറ്റിൻ്റെയും കുടുംബാംഗങ്ങളുടെയും 5 വർഷത്തെ വരുമാനത്തിൻ്റെ കണക്കും കാൻഡിഡേറ്റ്സിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ആസ്തികളുടെ കണക്കും ഈ ആപ്പിലൂടെ ലഭ്യമാണ്. കൂടാതെ ഒരു കാൻഡിഡേറ്റിൻ്റെ പേരിൽ ക്രിമിനൽ കേസുകൾ പെൻഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ വിവരം, FIRഉം എന്തിനെ സംബന്ധിച്ച കേസാണ്, അത് അൾട്ടിമേറ്റ്ലി ശിക്ഷിക്കപ്പെട്ട ഇത്തരം വിവരങ്ങളും ഈ ആപ്പിലൂടെ ലഭ്യമാണ്. ഈ വിവരങ്ങൾ എങ്ങനെ ആക്സസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് KYC ECI എന്ന ഒരു ആപ്ലിക്കേഷനിലെ കൂടിയാണ്. ഇത് നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യും. ഇതിനുവേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ECI KYC ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഈ പോർട്ടലിൽ പോയി കാണുന്ന QR കോഡ് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്ട്രേറ്റ് അവേ ടേക്ക് യു ടു ദ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് പേജ്. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ KYC ആപ്പ്. ഇവിടെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് യു ടു ദ നെക്സ്റ്റ് പേജ്. അവിടെ യു ക്യാൻ സെലക്ട് ദ കാൻഡിഡേറ്റ് നെയിം ആൻഡ് ആക്സസ് ദ ഇൻഫർമേഷൻ, ഓർ യു ക്യാൻ സെറ്റ് എ സെർച്ച് ക്രൈറ്റീരിയ. ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഏത് ഇലക്ഷനാണ് സെലക്ട് ചെയ്യുക. ഇവിടെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി, അതുപോലെ ഏത് ഇലക്ഷനാണ്, ജനറൽ ഇലക്ഷനാണോ ബൈ ഇലക്ഷനാണോ അത് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ദെൻ സെലക്ട് യുവർ കോൺസ്റ്റിറ്റ്യുവൻസി ആൻഡ് സബ്മിറ്റ്. ഇവിടെ ഞാൻ കണ്ണൂർ സെലക്ട് ചെയ്ത് അവിടെ ഒരു ഡാറ്റയും അവൈലബിൾ അല്ല. ഇത് ഫസ്റ്റ് ഡേ ഓഫ് ഫയലിംഗ് നോമിനേഷനാണ്. ഇതുവരെ നോമിനേഷൻസ് ഒന്നും ലഭിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്തു. അത് സെർച്ച് ചെയ്തപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. 2 പേർ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു കാൻഡിഡേറ്റ് 3 സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കാൻഡിഡേറ്റിൻ്റെ അഗൈൻസ്റ്റ് ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒന്നും പെൻഡിങ് അല്ല എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാൻഡിഡേറ്റിന് ക്രിമിനൽ പ്രൊസീഡിങ്സ് യെസ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ അടുത്ത സ്ക്രീനിൽ വ്യൂ ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് യു സ്ട്രേറ്റ് അവേ ടു ദ ഇൻഫർമേഷൻ വിച്ച് ഗിവ് യു ദ പെൻഡിങ് ക്രിമിനൽ പ്രൊസീഡിങ്സ്. ഇവിടെ കാൻഡിഡേറ്റ് ഫയൽ ചെയ്തിരിക്കുന്ന എഫിഡവിറ്റിൽ നിങ്ങൾക്ക് ആക്സസ് തന്നിരിക്കുകയാണ്. എഫിഡവിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ 26 ഫോം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എഫിഡവിറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. യു ക്യാൻ ചൂസ് ദ ഡൗൺലോഡ് ഓപ്ഷൻ. ആ എഫിഡവിറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നു. ഇതാണ് ആ ഫയൽ. ഇവിടെ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അവൈലബിളാണ്. ഡീറ്റെയിൽസ് ഓഫ് ക്രിമിനൽ കേസസ് പെൻഡിങ്, FIR നമ്പർ, നേച്ചർ ഓഫ് ദ ഒഫൻസ്, ഇതൊക്കെ ഇതിൽ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ അവൈലബിളാണ്. ഈ എഫിഡവിറ്റിൽ കാൻഡിഡേറ്റിൻ്റെയും സ്പൗസിൻ്റെയും ഡിപ്പെൻഡൻറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെയും 5 കൊല്ലത്തെ വരുമാനത്തിൻ്റെ കണക്കുകൾ ലഭ്യമാണ്. കൂടാതെ അവരുടെ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ കൃത്യമായ വിവരവും അവൈലബിളാണ്. ഈ എഫിഡവിറ്റിലെ വിവരങ്ങൾ നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ ഈ കാൻഡിഡേറ്റിൻ്റെ ക്യാരക്ടറിലേക്കുള്ള ചില സൂചനകൾ നമുക്ക് ചിലപ്പോൾ ലഭിക്കാം. ആൻഡ് യു ക്യാൻ ബി adequately informed
ആൻഡ് ടു സം എക്സ്റ്റെൻറ്റ് ഹെൽപ്പ് യു ടു മേക്ക് ദ ചോയ്സസ്. ഇത്തരം എഫിഡവിറ്റുകൾ പബ്ലിക് ഡൊമൈനിൽ വരുന്നതോടുകൂടി തെറ്റായ വിവരങ്ങൾ നൽകുന്നതിനെതിരെ കാൻഡിഡേറ്റ്സിനുമുള്ള ഒരു താക്കീത് കൂടിയാണെന്ന് നമുക്ക് കണക്കാക്കാം. Hope this video has been useful. Thank you for watching. If you liked it, please share it. And if you are not already subscribed to our channel, please do subscribe now. Take care. Hope to see you soon.